ഹായ് ഓൾ, വെൽക്കം ടു സൈലം. അപ്പോൾ നമ്മുടെ റീസെൻ്റ്ലി നടന്ന SSC എക്സാംസിൽ അല്ലേ എഡ്യൂക്കേറ്റീവ് വന്നതോടുകൂടെ പാറ്റേണിൽ കുറച്ച് മാറ്റങ്ങളുണ്ട് എന്നൊക്കെ നമ്മൾ കണ്ടു. അതായത് റീസണിങ് സെക്ഷനിൽ കുറച്ച് പുതിയ തരത്തിലുള്ള ചോദ്യങ്ങൾ അല്ലെങ്കിൽ അനലിറ്റിക്കൽ റീസണിങ്ങിൽ നിന്ന് കൂടുതൽ ചോദ്യങ്ങൾ Tier 1 തന്നെ ചോദിക്കുക. സോ ആ രീതിയിലുള്ള മാറ്റങ്ങളൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട്. സോ അങ്ങനെ മാറ്റങ്ങൾ കണ്ട ടോപ്പിക്കുകളെല്ലാം വരുന്ന ദിവസങ്ങളിൽ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാമെന്നുള്ളതാണ് നമ്മുടെ തീരുമാനം. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് നമ്മൾ ഇന്ന് മെഷീൻ ഇൻപുട്ട് ഔട്ട്പുട്ട് എന്ന് പറയുന്ന ടോപ്പിക്കാണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. സോ ആക്ച്വലി ഇത് ഈ പറയുന്ന മാനേജ്മെൻറ്റ് എക്സാം, അതുപോലെ തന്നെ ബാങ്കിങ്, ഇൻഷുറൻസ്, സോ ഈ എക്സാമുകളിൽ റീസണിങ് സെക്ഷനിൽ നിന്ന് ചോദിക്കുന്ന ഒരു ചോദ്യം തന്നെയാണ് ഇൻപുട്ട് ഔട്ട്പുട്ട് എന്ന് പറയുന്നത്. അപ്പം നമുക്ക് നോക്കാം എങ്ങനെയാണ് ഈ പറയുന്ന ഇൻപുട്ട് ഔട്ട്പുട്ട് എന്ന് പറയുന്ന ചോദ്യങ്ങൾ സോൾവ് ചെയ്യുക എന്നുള്ള കാര്യം. അപ്പോൾ ആദ്യം തന്നെ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം എന്ന് പറയുന്നത് എന്താണ് മെഷീൻ ഇൻപുട്ട് ഔട്ട്പുട്ട് അല്ലെങ്കിൽ ഇൻപുട്ട് ഔട്ട്പുട്ട് എന്നുള്ളതാണ് അല്ലേ. അപ്പോൾ ആക്ച്വലി ഇവിടെ നമുക്കൊരു ഇമാജിനറി ഡിവൈസ് ഉണ്ട്. ഓക്കെ, ഒരു ഇമാജിനറി ഡിവൈസ് ഉണ്ട്, ഒരു വേർഡ് പ്രോസസ്സിംഗ് യൂണിറ്റ് അല്ലെങ്കിൽ ഒരു ഡിവൈസ് ഉണ്ട്. അപ്പോൾ ഇതിലോട്ട് കുറച്ച് ഇൻപുട്ട് കൊടുക്കും. ആ ഇൻപുട്ട് എന്ന് പറയുന്നത് നമ്പേഴ്സിൻ്റെ കോമ്പിനേഷൻ ആവാം, നമ്പേഴ്സ് ആവാം, അല്ലെങ്കിൽ വാക്കുകളാവാം, വേർഡ്സ് ആവാം, അല്ലെങ്കിൽ മിക്സ്ഡ് കോമ്പിനേഷൻ ആവാം, വാക്കുകളും നമ്പേഴ്സും ഒക്കെ കൊടുക്കും. ദെൻ ഈ മെഷീൻ എന്ത് ചെയ്യാണ്, അവരെ പ്രോസസ്സ് ചെയ്യും ഓരോ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് അല്ലേ, 1 by 1 ആയിട്ട് പല ഓപ്പറേഷൻസ് ചെയ്യും. അങ്ങനെ ഓപ്പറേഷൻ ചെയ്തതിന് ശേഷം ഒരു ഔട്ട്പുട്ട് അവർ കാണിക്കും. അപ്പോൾ നമ്മൾ കൃത്യമായിട്ട് ഔട്ട്പുട്ട് നോക്കും, എങ്ങനെയാണ് തന്നിരിക്കുന്ന ഇൻപുട്ടിനെ ഇവർ മാറ്റിയത്, ആ മാറ്റിയത് ഏതൊക്കെ രീതിയിലാണ് എന്നുള്ള കാര്യം ഓരോ സ്റ്റെപ്പിൽ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് കൃത്യമായിട്ട് മനസ്സിലാക്കാൻ പറ്റും. അപ്പം നമ്മൾ ചെയ്യേണ്ട കാര്യം എന്താ, ഔട്ട്പുട്ട് നോക്കുക, എങ്ങനെയാണ് ഇവിടെ മാറ്റങ്ങൾ വന്നത്. ഇനി ഓരോ ഇൻപുട്ടിലും അല്ലെങ്കിൽ ഓരോ സ്റ്റെപ്പിലും നമ്മൾ നോക്കുമ്പോൾ കൃത്യമായിട്ട് നമുക്ക് മനസ്സിലാവും ഓരോ സ്റ്റെപ്പിലും ഇവർ എങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ മാറ്റിയിരിക്കുന്നത്. എന്നിട്ട് അവർ അതുമായിട്ട് ബേസ് ചെയ്തിട്ട് പുതിയ ഒരു ഇൻപുട്ട് തരും. ദെൻ അതുമായിട്ട് ബേസ് ചെയ്ത ചോദ്യം ആൻസർ ചെയ്യാനാണ് നമുക്കിവിടെ ചോദിക്കാറുള്ളത്. അപ്പം നമുക്ക് ഇൻപുട്ട് ഔട്ട്പുട്ട് എന്ന് പറയുന്ന ടോപ്പിക് എടുത്തു കഴിഞ്ഞാൽ പ്രധാനമായിട്ടും ഏതൊക്കെ തരത്തിലാണ് ചോദ്യങ്ങൾ ഉണ്ടാവുക അല്ലെങ്കിൽ ഏതൊക്കെ ടൈപ്സ് ഓഫ് ക്വസ്റ്റ്യൻസ് ആണ് നമുക്ക് കിട്ടുക എന്നും ആദ്യം മനസ്സിലാക്കുക. ഓക്കെ, അപ്പോൾ അതിൽ നമ്മൾ മെയിനായിട്ട് കാണുന്നത് അറേഞ്ചിങ് ടൈപ്പാണ്. അതായത് അറേഞ്ച് ചെയ്യുക എന്ന് പറയുമ്പോൾ തന്നെ അല്ല, ഇൻക്രീസിങ് ഓർഡർ അല്ലെങ്കിൽ അസെൻഡിങ് ഓർഡർ അല്ലെങ്കിൽ ഡിക്രീസിങ് ഓർഡർ, ഡിസെൻഡിങ് ഓർഡറിൽ നമ്മൾ തന്നിരിക്കുന്ന നമ്പേഴ്സിനെയോ അല്ലെങ്കിൽ തന്നിരിക്കുന്ന വാക്കുകളെയോ അല്ലെങ്കിൽ മിക്സ്ഡ് അല്ലെ നമ്പേഴ്സിനെയും വാക്കുകളെയും അറേഞ്ച് ചെയ്യുക എന്നുള്ളതാണ്. പിന്നീട് എന്താ, ഷിഫ്റ്റ് ചെയ്യുന്ന രീതിയിലുള്ള ചോദ്യങ്ങൾ നമുക്ക് കാണാറുണ്ട്. അതുപോലെ തന്നെ അരിത്മെറ്റിക് ഓപ്പറേഷൻ, എന്തെങ്കിലും അരിത്മെറ്റിക് ഓപ്പറേഷൻ ചെയ്യുന്ന രീതിയിലുള്ളത്. പിന്നെ മിസലേനിയസ്, അതായത് ചിലപ്പോൾ നമ്പർ ഓഫ് ലെറ്റേഴ്സിൻ്റെ അടിസ്ഥാനത്തിൽ അവരെ അറേഞ്ച് ചെയ്യുക. അപ്പോൾ ആ രീതിയിലുള്ള ചെറിയ രീതിയിലുള്ള ചോദ്യങ്ങൾ നമ്മളിവിടെ നിന്ന് കാണാറുണ്ട്. അപ്പോൾ നമ്മൾ എന്തായാലും ഇന്ന് ഫോക്കസ് ചെയ്യാൻ പോകുന്നത് അറേഞ്ച്മെൻറ്റ് ടൈപ്പാണ്, അല്ലെങ്കിൽ അറേഞ്ചിങ് ടൈപ്പിൽ എങ്ങനെയാണ് ചോദ്യങ്ങൾ ഉണ്ടാവുക എന്നുള്ളതാണ്. അപ്പോൾ നമുക്കൊരു ചോദ്യം നോക്കാം. യെസ്, അപ്പോൾ നമുക്ക് ഈ രീതിയിലായിരിക്കും ചോദ്യം തരിക. അപ്പോൾ ഒരു ഇൻപുട്ട് അവർ കൃത്യമായിട്ട് തരും. ഓക്കെ, ഒരു പ്രോപ്പർ ഇൻപുട്ട് തന്നു, കുറേ നമ്പേഴ്സ് ആണ് അല്ലേ, കുറേ നമ്പേഴ്സിൻ്റെ കോമ്പിനേഷനാണ് നമ്മുടെ ഇൻപുട്ട് എന്ന് പറയുന്നത്. എന്നിട്ട് ഓരോ സ്റ്റെപ്പിലും ആ ഇൻപുട്ടിന് വന്ന മാറ്റങ്ങൾ കൃത്യമായിട്ട് കാണിക്കുന്നുണ്ട്. അങ്ങനെ 5ാമത്തെ സ്റ്റെപ്പിൽ ഒരു പ്രോപ്പറായിട്ടുള്ള ഔട്ട്പുട്ടും കിട്ടി. അതെങ്ങനെ നമുക്ക് മനസ്സിലായി, അവർ പറഞ്ഞു ഫോർ ദി ഗിവൺ ഇൻപുട്ട് സ്റ്റെപ്പ് 5 ഇസ് ദ ലാസ്റ്റ് സ്റ്റെപ്പ്. അപ്പോൾ ലാസ്റ്റ് സ്റ്റെപ്പ് തന്നെയാണ് നമ്മൾ എന്തായിട്ട് കൺസിഡർ ചെയ്യുക, അവരുടെ ഔട്ട്പുട്ടായിട്ട് കൺസിഡർ ചെയ്യുക. അപ്പോൾ നമുക്ക് ഔട്ട്പുട്ട് കിട്ടി. ഇനി നമ്മൾ എങ്ങനെയാണ് ഇവിടെ ചോദ്യങ്ങൾ ആൻസർ ചെയ്യേണ്ടതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആദ്യം ഫോക്കസ് ചെയ്യേണ്ടത് ഔട്ട്പുട്ടിൽ എങ്ങനെയാണ് ഇവിടെ കാര്യങ്ങൾ മാറിയിരിക്കുന്നത്. പിന്നീട് ഓരോ സ്റ്റെപ്പും പോയി നോക്കുക 1 by 1. അപ്പോൾ നമുക്ക് മനസ്സിലാവും എങ്ങനെയാണ് ഓരോ സ്റ്റെപ്പിലും ആ ഔട്ട്പുട്ടിലോട്ട് എത്താൻ വേണ്ടിയിട്ട് എങ്ങനെയാണ് ഇവിടെ കാര്യങ്ങൾ മാറ്റിയത് എന്നുള്ള കാര്യം. അപ്പോൾ നമ്മൾ ആദ്യം ഫോക്കസ് ചെയ്യേണ്ടത് എന്ത് തന്നെയാണ്, ഔട്ട്പുട്ട് തന്നെയാണ്. അപ്പോൾ നമ്മൾ ഔട്ട്പുട്ട് ഇങ്ങനെ ശ്രദ്ധിച്ച് നോക്കിക്കഴിഞ്ഞാൽ നമുക്കൊരു കാര്യം മനസ്സിലാവും. ഇവിടെ ഔട്ട്പുട്ടിൽ എന്താണ് ചെയ്തിരിക്കുന്നത്, തന്നിരിക്കുന്ന നമ്പേഴ്സിനെ ഡിസെൻഡിങ് ഓർഡറിൽ അറേഞ്ച് ചെയ്തിരിക്കുന്നത് അല്ലേ, വലുതെന്ന് ചെറുതിലോട്ട് അറേഞ്ച് ചെയ്തിരിക്കുക. 97, 85, 63, 36, 19, 16, 9, 4. സോ വിച്ച് മീൻസ് വാട്ട്, നമ്മൾ ഡിസെൻഡിങ് ഓർഡറിൽ ഡിക്രീസിങ് ഓർഡറിൽ നമ്പേഴ്സിനെ അറേഞ്ച് ചെയ്തിരിക്കുകയാണ്. ഇത് നമ്മൾ ഓരോ സ്റ്റെപ്പിൽ പോയി നോക്കുക, എങ്ങനെയാണ് അവർ ഈ അറേഞ്ച്മെൻറ്റ് നടത്തിയത് അല്ലേ, അത് മനസ്സിലാക്കണം നമുക്ക്. അപ്പോൾ നമുക്ക് ആദ്യത്തെ സ്റ്റെപ്പിലോട്ട് നമ്മൾ പോകുമ്പോൾ ആദ്യത്തെ സ്റ്റെപ്പിൽ ഇവർ എന്താ ചെയ്തത്, തന്നിരിക്കുന്ന ഇൻപുട്ടിലെ ഏറ്റവും വലിയ നമ്പർ, ലാർജസ്റ്റ് നമ്പർ എടുത്തു. അപ്പോൾ 97 ആണല്ലോ, അതിനെ ആദ്യം കൊണ്ട് വെച്ചു, ഏറ്റവും ലെഫ്റ്റ് സൈഡിൽ അറ്റത്ത് കൊണ്ട് വെച്ചു. എന്നിട്ട് ബാക്കിയുള്ളതിനെല്ലാം റൈറ്റിലോട്ട് ചെറുതായിട്ട് ഷിഫ്റ്റ് ചെയ്തു. ഈ 97 വരെയും ബാക്കി 63, 9 അതുപോലെ നമ്മൾ എഴുതി. അപ്പോൾ 97 എടുത്തിട്ട് ഏറ്റവും ആദ്യം വയ്ക്കുമ്പോൾ ബാക്കിയുള്ളത് ആ പൊസിഷനിലോട്ട് അല്ലെങ്കിൽ അതുവരെ നമ്മൾ ഒന്ന് റൈറ്റിലോട്ട് മൂവ് ചെയ്യും. അങ്ങനെ സ്റ്റെപ്പ് 1 കൃത്യമായിട്ട് നമ്മൾ ഓരോ എലമെൻറ്റ് മാറ്റിയിട്ടുണ്ട്.
ഇനി നമുക്ക് രണ്ടാമത് മാറ്റേണ്ടത് എന്ത് തന്നെയാണ്? ഏറ്റവും രണ്ടാമത്തെ വലിയ നമ്പറാണ് എന്ന് പറയുമ്പോൾ 85ആണ്. പക്ഷെ 85 ഓൾറെഡി അറേഞ്ച്ഡ് ആയിട്ടിരിക്കുകയാണ് അല്ലേ? അപ്പോൾ അറേഞ്ച്മെന്റ് ടൈപ്പിൽ നമുക്ക് ഓട്ടോ അറേഞ്ച്ഡ് അല്ലെങ്കിൽ ഓട്ടോ അറേഞ്ച്മെന്റ് കാണാൻ സാധിക്കും. അതായത് യൂഷ്വലി നമുക്ക് ചോദ്യം നോക്കി അല്ലെങ്കിൽ ഇൻപുട്ടും അല്ലെങ്കിൽ അതിൻ്റെ സ്റ്റെപ്പുകൾ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാകും ഒരു ഓപ്പറേഷനാണോ ഒരു സ്റ്റെപ്പിൽ ചെയ്യുക അല്ലെങ്കിൽ മൾട്ടിപ്പിൾ ഓപ്പറേഷൻസ് ഉണ്ടോ എന്നുള്ള കാര്യം. അപ്പം നമുക്ക് കുറച്ച് സ്റ്റെപ്പുകൾ നോക്കുമ്പോൾ അത് പ്രോപ്പർ ക്ലാരിറ്റി കിട്ടും. അപ്പം എന്തായാലും ഇവിടെ 85 എന്ന് പറയുന്നത് ഓട്ടോ അറേഞ്ച് ആയിട്ട് കാണുന്നുണ്ട് അല്ലേ? 85 ഓൾറെഡി അറേഞ്ച്ഡ് ആയി. പിന്നീട് ഏറ്റവും വലുത് ഇവിടെ എഴുതിയിട്ടില്ല. അപ്പോൾ ഒറ്റ എലമെന്റ് ചേഞ്ച് ആവുന്നുള്ളൂ. രണ്ടാമത്തെ 85 എന്ന് പറയുന്നത് താനേ അറേഞ്ച് ആയതാ, ഓട്ടോ അറേഞ്ച് ആണ്. ഇനി നമ്മൾ സ്റ്റെപ്പ് 2 പോകുമ്പോൾ സ്വാഭാവികമായിട്ടും അടുത്ത ഏറ്റവും വലിയ നമ്പർ ആയിരിക്കും. നോക്കുക, അടുത്ത ഏറ്റവും വലിയ നമ്പർ 63ആണ്. അതിന് ഇങ്ങോട്ട് കൊണ്ടുവന്നു. ബാക്കിയുള്ളതിനെല്ലാം റൈറ്റിലോട്ട് ജസ്റ്റ് ഒന്ന് ഷിഫ്റ്റ് ചെയ്തു. എവിടെ നിന്നാണോ അത് എടുത്തത് അതുവരെ നമ്മൾ ഷിഫ്റ്റ് ചെയ്തു അല്ലേ? 63 എടുക്കുമ്പോൾ ബാക്കിയുള്ളത് ആ സ്പോട്ട് വരെ റൈറ്റിലോട്ട് മാറ്റി. അപ്പം നമ്മൾ സ്റ്റെപ്പ് 2 പിന്നീട് ഏറ്റവും വലിയ നമ്പർ 63ആണ്, അതിനെ കൊണ്ടുവന്നു. ബാക്കിയുള്ളത് അതുപോലെ റൈറ്റിലോട്ട് എഴുതി. ഇനി സ്റ്റെപ്പ് 3 വരുമ്പോൾ പിന്നീട് ഇവിടെ കാണുന്ന ഏറ്റവും വലിയ നമ്പർ 36ആണ്, അതിനെ കൊണ്ടുവന്നു. ബാക്കിയുള്ളതിനെ അതുപോലെ 16, 4, 19, 9 എന്നുള്ളതിന് അതേപോലെ നമ്മൾ എഴുതിയിട്ടുണ്ട്. ഫോളോ ചെയ്യാൻ പറ്റുന്നില്ലേ? റൈറ്റ്. പിന്നീട് സ്റ്റെപ്പ് 4 വരുമ്പോൾ ഇതിൽ ഏറ്റവും വലിയ നമ്പർ 19ആണ്, 19നെ കൊണ്ടുവന്നു. തൊട്ടടുത്ത് തന്നെയാണ് 16. ഇത് റൈറ്റിലോട്ട് ഷിഫ്റ്റ് ചെയ്യുമ്പോൾ തൊട്ടടുത്ത് 16 ഓട്ടോ അറേഞ്ച് ആയി. 16 താനേ അറേഞ്ച് ചെയ്യാം. ഒറ്റ സ്റ്റെപ്പിൽ 2 എണ്ണമായി. ഇനി നോക്കുക, സ്റ്റെപ്പ് 5 പിന്നീടുള്ള ഏറ്റവും വലുത് 9ആണ്, അതിനെ കൊണ്ടുവന്നു. 4 ഓട്ടോ അറേഞ്ച്. അപ്പം നമുക്ക് മനസ്സിലായി മൊത്തം 5 സ്റ്റെപ്പിലാണ് കൃത്യമായിട്ട് ഈ പറയുന്ന ഇൻപുട്ടിനെ നമുക്ക് ഔട്ട്പുട്ടിലോട്ട് എത്താൻ വേണ്ടിയിട്ട് നമ്മൾ എടുത്തത് അല്ലേ? ഇത് നമുക്ക് എന്താണ് തരിക? പുതിയ ഒരു ഇൻപുട്ട് തന്നിട്ട് അതിനെ ബേസ് ചെയ്തുള്ള ചോദ്യങ്ങളാണ് ചോദിക്കുക. അത് നോക്കുക, വിച്ച് ഓഫ് ദ ഫോളോയിങ് വിൽ ബി സ്റ്റെപ്പ് 5 ഫോർ ദ ഗിവൺ ഇൻപുട്ട്. അപ്പോൾ എല്ലാ ഇൻപുട്ടിനും അതേപോലെ സ്റ്റെപ്പ് ആവണമെന്നൊന്നുമില്ല. നമ്മൾ ഓരോന്നായിട്ട് ചെയ്ത് നോക്കുമ്പോൾ ഫൈനലി ഇവരെ നമ്മൾ ഡിസെൻഡിങ് ഓർഡറിൽ അറേഞ്ച് ചെയ്ത് കിട്ടുമ്പോൾ എത്ര സ്റ്റെപ്പ് വരുന്നു അതാണ് നമ്മുടെ ആൻസർ അല്ലേ? അപ്പോൾ ഇവിടെ ചോദിച്ചത് 5ാമത്തെ സ്റ്റെപ്പിൽ എങ്ങനെയാണ് കാര്യങ്ങൾ മാറുക എന്നുള്ളതാണ്. അപ്പം നമ്മൾ ഈ പറയുന്നത് പോലെ ഓരോ സ്റ്റെപ്പും എഴുതി 1 by 1 എഴുതുക എന്ന് പറയുന്നത് ഭയങ്കര ടൈം കൺസ്യൂമിംഗ് ആയിട്ടുള്ള പ്രോസസ്സാണ്. അപ്പം നമുക്ക് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ട്രിക്ക് ഉണ്ട്, ഒരു ഷോർട്ട് കട്ട് ഉണ്ട്. നമ്മൾ നമ്പർ ചെയ്തിട്ട് ഈ പറയുന്ന പോലെ കുറേ സ്റ്റെപ്പുകളൊന്നും എഴുതാതെ നമ്പർ ചെയ്തിട്ട് വളരെ പെട്ടെന്ന് നമുക്ക് ഈ തരത്തിലുള്ള ചോദ്യങ്ങൾ ആൻസർ ചെയ്യാൻ സാധിക്കും. അപ്പോൾ ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറയുന്നത് എന്താ? എങ്ങനെയാണ് നമ്മൾ നമ്പർ ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ ഇൻപുട്ട് എല്ലാവരും ഫോക്കസ് ചെയ്യാം. ഇൻപുട്ട് നമ്മൾ എടുത്തു. അപ്പോൾ ഇൻപുട്ടിലാണ് നമ്മൾ നമ്പർ ചെയ്യാൻ പോകുന്നത്. ഈ പറയുന്ന സ്റ്റെപ്പ് ഒന്നും നമ്മൾ എഴുതാൻ പോകുന്നില്ല. അപ്പോൾ ആദ്യത്തെ സ്റ്റെപ്പിൽ നമ്മൾ ചെയ്യുന്ന കാര്യം എന്താ? ഏറ്റവും വലിയ നമ്പറാണ് നമ്മൾ ഏറ്റവും ലെഫ്റ്റിലോട്ട് കൊണ്ടുവരിക എന്ന് പറയുമ്പോൾ അത് 1ാമത്തെ സ്റ്റെപ്പിൽ ഏറ്റവും വലിയ നമ്പറിനെ നമ്മൾ ആദ്യം കൊണ്ടുവരും, അറേഞ്ച് ചെയ്യും. അപ്പോൾ 97ആണ് നമ്മുടെ 1ാമത്തെ സ്റ്റെപ്പിൽ അറേഞ്ച് ചെയ്തത്. അതിന് ഏറ്റവും ലെഫ്റ്റിലോട്ട് നമ്മൾ എഴുതി അല്ലേ? ഏറ്റവും ലെഫ്റ്റിലോട്ട് നമ്മൾ 97നെ ഇതിനെ കൊണ്ടുവരുമ്പോൾ തൊട്ടടുത്ത് 95ആണ്. അതായത് ലെഫ്റ്റ് തന്നെയാണ് അത് മാറുക. അല്ലെങ്കിൽ 97നെ ലെഫ്റ്റിലോട്ട് കൊണ്ടുവരുമ്പോൾ തൊട്ടടുത്ത്, അല്ലെങ്കിൽ ഇത് ഷിഫ്റ്റ് ചെയ്തിട്ട് തൊട്ടടുത്ത് ആരാ? 85 സീറ്റിലാണ് 97 വരുന്നത്. പിന്നീട് തൊട്ടടുത്ത് വരുന്നത് 85. അപ്പോൾ 85 താനേ അറേഞ്ച് ആയി. അപ്പോൾ ഓട്ടോ അറേഞ്ച്ഡ് ആണെന്ന് കാണിക്കാൻ വേണ്ടിയിട്ട് 1ാമത്തെ സ്റ്റെപ്പിൽ തന്നെ അത് അറേഞ്ച് ആവേണ്ടത് എന്നും മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഒന്നും തന്നെ കൊടുത്തു. ബട്ട് ഡിഫറൻ്റ് ആണെന്ന് കാണിക്കാൻ 1 എന്ന് കൊടുത്തു. അല്ലെങ്കിൽ സ്റ്റാറോ അല്ലെങ്കിൽ ഡോട്ടോ എന്തോ ആണെങ്കിലും കൊടുക്കാം. അപ്പോൾ ഒറ്റ സ്റ്റെപ്പിൽ 2 നടന്നു എന്ന് അറിയിക്കാൻ വേണ്ടിയിട്ട് 1 എന്ന് കൊടുത്തു അല്ലേ? ഓക്കെ. ഇനി 2ാമത്തെ സ്റ്റെപ്പിൽ നമ്മൾ ചെയ്യേണ്ടത് എന്താ? അടുത്ത ഏറ്റവും വലിയ നമ്പറാണ്, അത് നമ്മൾ 63ആണ്. അപ്പോൾ 2ാമത്തെ സ്റ്റെപ്പിൽ 63ആണ് നമ്മൾ അറേഞ്ച് ചെയ്യുക ആണല്ലോ. പിന്നീട് 3ാമത്തെ സ്റ്റെപ്പിലോട്ട് വരുമ്പോൾ ഏറ്റവും വലിയ നമ്പർ പിന്നീടുള്ളത് 36ആണ്. അപ്പോൾ 3ാമത്തെ സ്റ്റെപ്പിൽ 36 അറേഞ്ച് ചെയ്തു അല്ലേ? പിന്നീട് 4ാമത്തെ സ്റ്റെപ്പിൽ ഏറ്റവും വലുതെന്ന് പറയുമ്പോൾ നമുക്ക് എന്താ? 19ആണ്. അപ്പോൾ 4ാമത്തെ സ്റ്റെപ്പിൽ 19 അറേഞ്ച് ചെയ്തു. 19 കഴിഞ്ഞാൽ പിന്നീട് വരുന്നത് ആരാ? 16ആണ് അല്ലേ? അത് ലെഫ്റ്റിൽ നിന്ന് ഇപ്പോൾ ആദ്യത്തെ നമ്പർ ചെയ്യാത്ത ആദ്യത്തെ അങ്ങനെ വന്നു കഴിഞ്ഞാൽ അത് ഓട്ടോ അറേഞ്ച്ഡ് ആവും. കാരണം ഇവരൊക്കെ എഴുതി കഴിഞ്ഞാൽ ബാക്കി വരുന്നത് 16 അല്ലേ? 19 കഴിഞ്ഞാൽ പിന്നീട് വരുന്നത് 16, 4, 9. അപ്പോൾ 16 തൊട്ടടുത്ത് വരിക. 16 താനേ അറേഞ്ച് ആയില്ലേ? ഓട്ടോ അറേഞ്ച്ഡ് അല്ലേ? അപ്പം നമ്മൾ നമ്പർ എന്ത് കൊടുക്കും? 4 എന്ന് കൊടുത്തു. 4 എന്ന് കൊടുത്തു. പിന്നീടുള്ളത് ഏറ്റവും വലുത് 9ആണ്. അത് 5ാമത്തെ സ്റ്റെപ്പിൽ അറേഞ്ച് ചെയ്യും. 4 ഓട്ടോ അറേഞ്ച്ഡ് ആയി. അപ്പോൾ അത് 5 ആയിട്ട് 5ാമത്തെ സ്റ്റെപ്പിൽ തന്നെ താനേ അറേഞ്ച് ആവാണ്. ഏറ്റവും അവസാനം ഓൾറെഡി 9 ഇങ്ങോട്ട് കൊണ്ടുവരുമ്പോൾ സ്വാഭാവികമായിട്ടും 4 ഏറ്റവും അറ്റത്തായി. അപ്പം നമുക്ക് മനസ്സിലായി മൊത്തം 5 സ്റ്റെപ്പാണ് ഇവിടെ ഉള്ളത് അല്ലേ? ഇനിയിപ്പോൾ ഏതൊരു സ്റ്റെപ്പ് ചോദിച്ചാലും നമുക്ക് ഈസി ആയിട്ട് ചെയ്യാൻ പറ്റും. അതായത് 2ാമത്തെ സ്റ്റെപ്പാണോ നമുക്ക് വേണ്ടത്? 2ാമത്തെ സ്റ്റെപ്പാണെങ്കിൽ നമ്മൾ നോക്കുക. 2ാമത്തെ സ്റ്റെപ്പ് ചോദിച്ചു എന്ന് വിചാരിക്കുക. നമുക്ക് എങ്ങനെ എഴുതാം? 2ാമത്തെ സ്റ്റെപ്പിൽ 90, അതായത് 1 അതുപോലെ എഴുതി 2 നടന്നു. ബാക്കിയുള്ളത് ഓർഡറിൽ എഴുതുക. അതായത് 1 പോയി
1 ഡാഷ് പോയി, 2 പോയി. പിന്നീടുള്ളത് ആരാ? 16, 36, 4, 9. 16, 36, 4 അല്ലേ, 19, 9 അല്ലേ, 16, 16, 36, 4, 19, 9 അല്ലേ. 1, 2 അല്ലെങ്കിൽ 1, 1-2 കഴിഞ്ഞാൽ ബാലൻസ് ഉള്ള ഓർഡറിൽ നമ്മൾ പറയുമ്പോൾ സ്റ്റെപ്പ് 2 നമുക്ക് എന്ത് തന്നെയാണ് വരിക? അത് തന്നെയാണ് വരിക. അപ്പോൾ ആ രീതിയിൽ ഏതൊരു സ്റ്റെപ്പ് ചോദിച്ചാലും വളരെ പെട്ടെന്ന് അല്ലേ, ഒരുപാട് ടൈം ഒന്നും കൊടുക്കാതെ വളരെ പെട്ടെന്ന് നമുക്ക് ആൻസർ ചെയ്യാൻ പറ്റുന്ന കാര്യമുള്ളൂ. അത് മൊത്തം ഒന്ന് ജസ്റ്റ് ഒന്ന് നോക്കിയാൽ തന്നെ നമുക്ക് ആൻസർ ചെയ്യാൻ പറ്റും. അപ്പോൾ ഈ രീതിയിലാണ് നമ്മൾ നമ്പർ ചെയ്യുക. ബട്ട് അഗൈൻ ഇത് തന്നിരിക്കുന്ന ഇൻപുട്ടാണ് അല്ലേ. നമ്മുടെ ചോദ്യത്തിലോട്ട് നമുക്ക് പോവാം. റൈറ്റ്, ഇതാണ് ചോദ്യം. അവർ പറയുന്നത് എന്താ? വിച്ച് ഓഫ് ദ ഫോളോയിങ് വിൽ ബി സ്റ്റെപ്പ് 5 ഫോർ ദ ഗിവൺ ഇൻപുട്ട് ആണ്. അപ്പോൾ തന്നിരിക്കുന്ന ഇൻപുട്ടിൽ 5ാമത്തെ സ്റ്റെപ്പ് ഏതാണെന്നാണ് ചോദ്യം. അപ്പോൾ നമുക്ക് നോക്കാം, മൊത്തം അറേഞ്ച് ചെയ്ത് നോക്കാം അല്ലേ. അപ്പോൾ ഏറ്റവും വലിയ നമ്പറിനാണ് നമ്മൾ ആദ്യത്തെ സ്റ്റെപ്പിൽ നമ്മൾ അറേഞ്ച് ചെയ്യുക. അത് എന്ന് പറയുന്നത് 88 ആണ്. അപ്പോൾ 88 1ാമത്തെ സ്റ്റെപ്പിൽ നമ്മൾ അറേഞ്ച് ചെയ്തു. പിന്നീട് ഏറ്റവും വലിയ നമ്പർ 67 ആണ്. അത് 2ാമത്തെ സ്റ്റെപ്പിൽ നമ്മൾ അറേഞ്ച് ചെയ്തു. പിന്നീട് ഏറ്റവും വലിയ നമ്പർ 35 ആണ്. അത് 3ാമത്തെ സ്റ്റെപ്പിൽ നമ്മൾ അറേഞ്ച് ചെയ്തു അല്ലേ. പിന്നീട് ഏറ്റവും വലിയ നമ്പർ ലെഫ്റ്റ് നിന്ന് വരുന്ന ആദ്യത്തെയാ, നമ്പർ ഇല്ലാത്ത ആദ്യത്തെയാ. അപ്പോൾ അത് ഓട്ടോ അറേഞ്ച് ആയി, അതായത് അല്ലേ, വേറെ ഇല്ലല്ലോ, ഇല്ല, 3 ഡാഷായി. കാരണം എന്താ? 1, 2, 3 എഴുതി കഴിഞ്ഞാൽ പിന്നീട് ബാലൻസ് വരുന്ന നമ്പർ ആരൊക്കെയാ? 25, 8, 11, 23 ഓർഡറിൽ വരും. അപ്പോൾ തൊട്ടടുത്ത് 25 ആണ്, അത് ഓട്ടോ അറേഞ്ച് ആയി. അപ്പോൾ നമ്മൾ 3 ഡാഷ് എന്ന് കൊടുത്തു. പിന്നീട് 4ാമത്തെ എന്ന് പറയുന്നത് പിന്നീടുള്ള ഏറ്റവും വലിയ നമ്പർ ആരാ? 23 ആണ്. അപ്പോൾ അത് നമ്മൾ 4 കൊടുത്തു. പിന്നീട് ഏറ്റവും വലുതെന്ന് പറയുന്നത് 11 ആണ്. അത് 5 നമ്മൾ കൊടുത്തു. അവസാനം വരുന്നത് ഓട്ടോ അറേഞ്ച് ആയി അല്ലേ, 5 ഡാഷ്. അപ്പോൾ നമുക്ക് മനസ്സിലായി 5 സ്റ്റെപ്പിൽ കംപ്ലീറ്റ് കാര്യങ്ങൾ നമ്മൾ അറേഞ്ച് ചെയ്യുന്നുണ്ട്. 5 സ്റ്റെപ്പുകളിൽ കംപ്ലീറ്റ് കാര്യങ്ങൾ നമ്മൾ അറേഞ്ച് ചെയ്യുന്നുണ്ട് എന്ന് പറയുമ്പോൾ എന്താ? ഡിസെൻഡിങ് ഓർഡറിലുള്ളതായിരിക്കും നമ്മുടെ ആൻസർ അല്ലേ. തന്നിരിക്കുന്ന നമ്പേഴ്സ് വലുതെന്ന് ചെറുതിലോട്ട് ഏതിലാണോ കൃത്യമായിട്ടുള്ളത് അതായിരിക്കും നമ്മുടെ ആൻസർ ആയിരിക്കുക. അപ്പോൾ നോക്കുക, 88, 67, 35, 25, 23, 11, 8 കൃത്യമായിട്ട് ഓർഡർ ആയിട്ട് വരുന്നത് ഓപ്ഷൻ എ ആണ്. ഓപ്ഷൻ എ ഈസ് ദ കറക്റ്റ് ആൻസർ ഹിയർ. മനസ്സിലായോ? അപ്പോൾ എല്ലാവർക്കും ഫോളോ ചെയ്യാൻ പറ്റുന്നുണ്ട്? എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ നിങ്ങളത് കമൻറ്റ് ചെയ്യുക. ഓക്കെ അല്ലേ? അപ്പോൾ മനസ്സിലായെന്ന് വിചാരിക്കുന്നു. അപ്പോൾ നമുക്ക് എന്തായാലും ഇതിനെ തന്നെ ബേസ് ചെയ്ത് അടുത്ത ചോദ്യത്തിലോട്ട് പോവാം. അടുത്ത ചോദ്യം എന്താണ്? വിച്ച് ഓഫ് ദ ഫോളോയിങ് വിൽ ബി സ്റ്റെപ്പ് 3 ഫോർ ദ ഗിവൺ ഇൻപുട്ട്. തന്നിരിക്കുന്ന ഇൻപുട്ടിൽ 3ാമത്തെ സ്റ്റെപ്പേ കണ്ടുപിടിക്കാനുള്ളൂ അല്ലേ, 3ാമത്തെ സ്റ്റെപ്പാണ്. അപ്പോൾ നമുക്ക് നോക്കാം, ഏറ്റവും വലിയ നമ്പർ 32, അത് 1ാമത്തെ സ്റ്റെപ്പിൽ അറേഞ്ച് ചെയ്തു. 2ാമത്തെ നമ്പറിൽ അല്ലെങ്കിൽ 2ാമത്തെ സ്റ്റെപ്പിൽ അറേഞ്ച് ചെയ്യുന്നത് ആരാ? 30 ആണ്. അപ്പോൾ 30 2ൽ അറേഞ്ച് ചെയ്തു. 3ാമത്തെ സ്റ്റെപ്പിൽ 25 അല്ലേ. അപ്പം 32, 2, 3 ഓർഡറിൽ വരണം. 32 അതായത് 32, 30, 25, 32, 30, 25. ഇതൊരിക്കലും ആൻസർ ആവില്ല, ഇതൊരിക്കലും ആൻസർ ആവില്ല, ഇതൊരിക്കലും ആൻസർ ആവില്ല അല്ലേ. ഓപ്ഷൻ സി ഇസ് ദ റൈറ്റ് ആൻസർ. ബാക്കി അറേഞ്ച് ചെയ്യേണ്ട ആവശ്യം പോലും ഇല്ല. ബാക്കി വരികയാണെങ്കിൽ എന്താ? ഇത് കഴിഞ്ഞാൽ ബാക്കി 9, 16, 18, 17, 6. 9, 16, 18, 17, 6 കൃത്യമാണ്. അത് നമ്മൾ നോക്കി സമയം കളയേണ്ട ആവശ്യമൊന്നുമില്ല. ജസ്റ്റ് 3 സ്റ്റെപ്പിൽ ആദ്യത്തെ 3 അറേഞ്ച് ആവും. ബാക്കിയുള്ളത് ലെഫ്റ്റ് നിന്ന് റൈറ്റിലോട്ട് നമ്പർ ചെയ്യാത്തത് ഓർഡറിൽ വരും. അപ്പോൾ എന്തായാലും നമുക്ക് ഓപ്ഷൻ എലിമിനേറ്റ് ചെയ്തിട്ട് തന്നെ വളരെ കറക്റ്റ് ആയിട്ട് ഓപ്ഷൻ സി കിട്ടുന്നുണ്ട്. സോ ഓപ്ഷൻ സി ഈസ് ദ റൈറ്റ് ആൻസർ ഹിയർ. ഓക്കെ അല്ലേ? ക്ലിയർ അല്ലേ? ഫോളോ ചെയ്യാൻ പറ്റുന്നില്ലേ? ഓസം. അപ്പോൾ അടുത്ത ചോദ്യത്തിലോട്ട് പോവാം. വിച്ച് ഓഫ് ദ ഫോളോയിങ് വിൽ ബി ദ ലാസ്റ്റ് സ്റ്റെപ്പ് ഫോർ ദ ഗിവൺ ഇൻപുട്ട് ആണ്. തന്നിരിക്കുന്ന ഇൻപുട്ടിൽ ലാസ്റ്റ് സ്റ്റെപ്പാണ്. അപ്പോൾ നമുക്ക് നമ്പർ ചെയ്താൽ തന്നെ അറിയാലോ, അവസാനമുള്ള നമ്പർ ആയിരിക്കും നമ്മുടെ ആൻസർ ആവുക. അപ്പോൾ ഏറ്റവും വലിയ നമ്പർ 27 ആണ്. അത് നമ്മൾ 1ാമത്തെ സ്റ്റെപ്പിൽ അറേഞ്ച് ചെയ്തു. പിന്നീടുള്ള ഏറ്റവും വലിയ നമ്പർ 25 ആണ്. നമ്മൾ 2ാമത്തെ സ്റ്റെപ്പിൽ അറേഞ്ച് ചെയ്തു അല്ലേ, 2ാമത്തെ സ്റ്റെപ്പിൽ. പിന്നീടുള്ള ഏറ്റവും വലിയ നമ്പർ 16, അത് ലെഫ്റ്റിൽ നിന്ന് ആദ്യത്തെ നമ്പർ ചെയ്യാത്ത ആദ്യത്തെ എന്ന് പറയുമ്പോൾ അത് ഓട്ടോ അറേഞ്ച് ആവും. അത് 2ാമത്തെ സ്റ്റെപ്പിൽ തന്നെ നടന്നു. പിന്നീടുള്ള ഏറ്റവും വലുത് 9 തന്നെയാണ്. അതും ഇപ്പോൾ ലെഫ്റ്റിൽ നിന്ന് ആദ്യത്തെ തന്നെയാണ്, അതായത് നമ്പർ ചെയ്യാത്ത ലെഫ്റ്റിൽ നിന്ന് ആദ്യത്തെ തന്നെയാണ് എന്ന് പറയുമ്പോൾ അത് 2 ഡബിൾ ഡാഷ് ആണ്. വീണ്ടും 2ാമത്തെ സ്റ്റെപ്പിലാണ്. 6ഉം അതുപോലെയാണ്. നമ്പർ ചെയ്യാത്ത ഏറ്റവും ആദ്യത്തെയാണ് ലെഫ്റ്റിൽ ഇപ്പോൾ തൽക്കാലം അല്ലേ, കറൻലി. അപ്പോൾ അത് 2, 3 ഡാഷായി. പിന്നീട് 5 വീണ്ടും ഓട്ടോ അറേഞ്ച് തന്നെയാണ്. 2, 4 ഡാഷായി എന്ന് പറയുമ്പോൾ വെറും 2 സ്റ്റെപ്പിൽ നമുക്ക് ഔട്ട്പുട്ട് കിട്ടുന്നുണ്ട്. ഓപ്ഷൻ ബി ഈസ് ദ കറക്റ്റ് ആൻസർ അല്ലേ. ഓപ്ഷൻ ബി ആണ് നമ്മുടെ ശരി ഉത്തരം വരിക. ക്ലിയർ ആണോ? റൈറ്റ്, ഓസം. അപ്പോൾ നമുക്ക് അടുത്ത ചോദ്യത്തിലോട്ട് പോവാം. ആൻഡ് യെസ്, വിച്ച് ഓഫ് ദ ഫോളോയിങ് വിൽ ബി ദ ലാസ്റ്റ് സ്റ്റെപ്പ് ഫോർ ദ ഗിവൺ ഇൻപുട്ട് അല്ലേ. തന്നിരിക്കുന്ന ഇൻപുട്ടിൽ ഏറ്റവും അവസാനത്തെ സ്റ്റെപ്പ് ഏതാണെന്നാണ് ചോദ്യം. അപ്പോൾ നമുക്ക് നമ്പർ ചെയ്താൽ കിട്ടാവുന്ന കാര്യമേ ഉള്ളൂ. അപ്പോൾ ഇതിൽ ഏറ്റവും വലിയ നമ്പർ 43 ആണ്. അത് 1ാമത്തെ സ്റ്റെപ്പിൽ നമ്മൾ അറേഞ്ച് ചെയ്തു. പിന്നീട് 2ാമത്തെ സ്റ്റെപ്പിൽ 31 നമ്മൾ അറേഞ്ച് ചെയ്തു. 31. പിന്നീടുള്ള ഏറ്റവും വലിയ നമ്പർ 22 3ാമത്തെ സ്റ്റെപ്പിൽ നമ്മൾ അറേഞ്ച് ചെയ്തു. പിന്നീടുള്ള ഏറ്റവും വലിയ നമ്പർ 11 4ാമത്തെ സ്റ്റെപ്പിൽ നമ്മൾ അറേഞ്ച് ചെയ്തു. പിന്നീടുള്ള ഏറ്റവും വലിയ നമ്പർ 5 അല്ലയോ, അല്ലെങ്കിൽ 5ാമത്തെ സ്റ്റെപ്പിൽ നമ്മൾ അറേഞ്ച് ചെയ്തു.
താനെ 3 പിന്നെ ഏറ്റവും ലാസ്റ്റ് തന്നെ ആയിരിക്കും. ഇവരൊക്കെ ആദ്യം വരുമ്പോൾ അവസാനം 3 തന്നെയാണ് വരിക. അത് 5 ഡാഷ് തന്നെയാണ് അല്ലേ. അപ്പോൾ മൊത്തം 5 സ്റ്റെപ്പിൽ കംപ്ലീറ്റ് കാര്യങ്ങൾ നമ്മൾ അറേഞ്ച് ചെയ്തു. ഓപ്ഷൻ ബി 5 ഇസ് ദ കറക്റ്റ് ആൻസർ ഹിയർ അല്ലേ. ഓപ്ഷൻ ബി 5 ആണ് നമ്മുടെ ശരി ഉത്തരം വരിക. ഓക്കെ അല്ലേ? എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? റൈറ്റ്. അപ്പം നമുക്ക് എപ്പോഴും ഇതുപോലെ നമ്പേഴ്സിൻ്റെ കോമ്പിനേഷൻ തന്നെ ആവണമെന്നൊന്നുമില്ല. നമുക്ക് നേരത്തെ പറഞ്ഞ പോലെ വാക്കുകൾ തരാം, അല്ലെങ്കിൽ ലെറ്റേഴ്സും നമ്പേഴ്സും അല്ലെ, വാക്കുകളും ഈ പറയുന്ന പോലെ നമ്പേഴ്സും തരാം. അപ്പം നമുക്ക് എന്തായാലും അടുത്ത ഒരു ചോദ്യം ഇതാണ്. ഓക്കെ, ഇൻപുട്ടും ഔട്ട്പുട്ടും തന്നിട്ടുണ്ട് അല്ലെ. സ്റ്റെപ്പ് 5 ആണ് ലാസ്റ്റ് സ്റ്റെപ്പ്. അത് തന്നെയാണ് നമ്മുടെ ഇൻപുട്ട് എന്ന് പറയുന്നത്, ഔട്ട്പുട്ട് എന്ന് പറയുന്നത്. അപ്പോൾ ഇൻപുട്ടിൽ കുറേ വാക്കുകൾ തന്നിട്ടുണ്ട്, ഔട്ട്പുട്ടിൽ അതെങ്ങനെയായിട്ട് മാറുന്നുണ്ട് എന്നും കൃത്യമായിട്ട് പറയുന്നുണ്ട്. അപ്പോൾ നമുക്ക് നോക്കാം എങ്ങനെയാണ് മാറിയിരിക്കുന്നത്. അപ്പോൾ 5ാമത്തെ സ്റ്റെപ്പിൽ നോക്കുമ്പോൾ എല്ലാം എന്താ, AN, എയിലുള്ളതാണ് ആദ്യം 3 എണ്ണം. അതിൽ NST എന്ന് പറയുമ്പോൾ ഡിക്ഷണറി ഓർഡറിൽ തന്നെയാണ്. പിന്നീട് F വന്നു, പിന്നീട് Iയിലുള്ളത് FNT ഡിക്ഷണറി ഓർഡറിൽ വന്നു. പിന്നീട് Oയിൽ വരുമ്പോൾ OFN ഡിക്ഷണറി ഓർഡറിൽ വന്നു. പിന്നീട് Z എന്ന് പറയുമ്പോൾ അവസാനം അല്ലേ. അപ്പം തന്നിരിക്കുന്ന വാക്കുകളെ ഡിക്ഷണറി ഓർഡറിൽ അറേഞ്ച് ചെയ്തിരിക്കുകയാണ് അല്ലേ. ഡിക്ഷണറി ഓർഡറിൽ നമ്മൾ അറേഞ്ച് ചെയ്തിരിക്കുകയാണ്. അപ്പോൾ ഓരോ സ്റ്റെപ്പിലും എങ്ങനെയാണ് മാറ്റം നോക്കാം. അപ്പോൾ ഈ തന്നിരിക്കുന്ന ഇൻപുട്ടിൽ ഏറ്റവും ചെറുതാണ് AN അല്ലേ, ആൻ എന്ന് പറയുന്നത്. അതിന് ഏറ്റവും ആദ്യം കൊണ്ടുവന്നു, ബാക്കിയുള്ളതിന് അതേപോലെ എഴുതി. ആസ്, ഇഫ്, ഇറ്റ്, ഓൺ അല്ലേ. സു, ഫിഗർ, ഓഫ്, ഇന്നറ്റ് അതേ ഓർഡറിൽ എഴുതി. 2ാമത്തെ സ്റ്റെപ്പിൽ നോക്കുക. 1ാമത്തെ സ്റ്റെപ്പിൽ ആസ് ആണ് അടുത്തത് വരെ, അത് ഓട്ടോ അറേഞ്ച് ആയി അല്ലേ, താനേ ഓട്ടോ അറേഞ്ച് ആയി. പിന്നീട് 2ാമത്തെ സ്റ്റെപ്പിൽ വരുമ്പോൾ അറ്റ് മാത്രമായി, ബാക്കിയുള്ളത് അതേപോലെ ഓർഡറിൽ എഴുതി അല്ലേ. 3ാമത്തെ സ്റ്റെപ്പിൽ അറ്റ് A കഴിഞ്ഞാൽ പിന്നീട് F ഉള്ളതാണ്, ഫിഗർ വന്നു, ബാക്കിയുള്ളത് ഓർഡറിൽ എഴുതി. 4ാമത്തെ സ്റ്റെപ്പിൽ I ഉള്ളതിൽ ആദ്യം IF എഴുതി അല്ലേ. IF എഴുതി കഴിഞ്ഞാൽ IN-ഉം IT, ഇറ്റും എല്ലാം ഓട്ടോ അറേഞ്ച് ആയി പോയി അല്ലേ. പിന്നീട് ഇതിൽ ഏറ്റവും വലുത് ഓഫാണ്, ഓഫ് എഴുതി, ബാക്കിയുള്ളത് ഓട്ടോ അറേഞ്ച് ആയി പോയി എന്ന് പറയുമ്പോൾ കറക്റ്റായിട്ട് ഒരു സ്റ്റെപ്പിൽ ഒരു ഓപ്പറേഷൻ എന്നുള്ള രീതിയിൽ അല്ലേ, ഏറ്റവും ചെറുത് ആദ്യം കൊണ്ടുവരിക എന്നുള്ള രീതി ഡിക്ഷണറി ഓർഡറാണ്. അങ്ങനെയാണ് നമ്മൾ കാര്യങ്ങൾ ഇവിടെ എഴുതിയിരിക്കുന്നത് അല്ലേ. അപ്പോൾ ലോജിക്ക് കൃത്യമായിട്ട് മനസ്സിലായി. ഇനി നമുക്ക് ഇതുമായിട്ട് ബേസ് ചെയ്ത ചോദ്യങ്ങൾ നോക്കാം, അല്ലെങ്കിൽ ചോദ്യം നോക്കാം. വിച്ച് ഓഫ് ദ ഫോളോയിങ് വിൽ ബി സ്റ്റെപ്പ് 2 ഫോർ ദ ഗിവൺ ഇൻപുട്ട്. തന്നിരിക്കുന്ന ഇൻപുട്ടിന്റെ 2ാമത്തെ സ്റ്റെപ്പാണ് കണ്ടുപിടിക്കാൻ പറയുന്നത്. അപ്പോൾ നമുക്കറിയാം അല്ലെ, ഓരോ സ്റ്റെപ്പിലും ഏറ്റവും ചെറിയ വാക്കിനെ ആദ്യം കൊണ്ടുവരിക എന്നുള്ളതാണ് നമുക്ക് ചെയ്യാനുള്ള കാര്യം. അപ്പോൾ തന്നിരിക്കുന്ന വാക്കിൽ നമ്മൾ എടുത്തു കഴിഞ്ഞാൽ എയിലുള്ളത് 3 എണ്ണം ഉണ്ട്. അതിൽ AC ആണ് ആദ്യം വരിക, അപ്പോൾ 1 അല്ലേ. പിന്നീട് എന്താ, പിന്നീട് 2ാമത്തെ സ്റ്റെപ്പിൽ വരുന്നത് എന്തായിരിക്കും, ഓൾ ആയിരിക്കും. L കഴിഞ്ഞിട്ടല്ലേ AM വരിക. യെസ്, 2ാമത്തെ സ്റ്റെപ്പിൽ അല്ലേ. AM അല്ലേ, AM എന്ന് പറയുന്നത് എന്താണ്, ഓട്ടോ അറേഞ്ച് ആയിപ്പോയി. ആം ഓട്ടോ അറേഞ്ച് ആയിപ്പോയി അല്ലേ. അപ്പോൾ അത് 2ാമത്തെ സ്റ്റെപ്പിൽ തന്നെയാണ്. പിന്നീട് നമുക്ക് വരുന്നത് എന്താ, എല്ലാം ഓട്ടോ അറേഞ്ച് ആയി അല്ലേ. പിന്നീട് നമുക്ക് മാറ്റാൻ കാര്യങ്ങളൊന്നുമില്ല എന്ന് പറയുമ്പോൾ ഇവിടെ ഒന്നുമില്ല. തന്നിരിക്കുന്ന വാക്കുകളുടെ കോമ്പിനേഷൻസ് അല്ലേ, ആം, ഈസ്, ഓൾ, ഇഫ്, ഇസ് എന്ന് പറയുന്ന വാക്കുകളുടെ കോമ്പിനേഷനിൽ എങ്ങനെയാണ് സ്റ്റെപ്പ് 2 എന്ന് പറയുമ്പോൾ കംപ്ലീറ്റ് ആയിട്ട് അറേഞ്ച് ചെയ്തു. കംപ്ലീറ്റ് ആയിട്ട് നമ്മൾ ആൾക്കാരെ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. അതായത് ഡിക്ഷണറി ഓർഡറിൽ വരെ എഴുതുന്ന അല്ലെങ്കിൽ കാണുന്നതാണ് നമ്മുടെ ആൻസർ. അപ്പോൾ ആദ്യം എന്ത് വരണം, ഈസ് വരണം, ഓൾ വരണം, ആം വരണം, അത് കഴിഞ്ഞാൽ ഇഫ് വരണം, ഈസ് വരണം. സോ ഇതെല്ലാം കൃത്യമായിട്ട് ഫോളോ ചെയ്യുന്നത് ഏതിലാണ്, ഓപ്ഷൻ ഡിയിലാണ് അല്ലേ. കാരണം ഈസ് നമ്മൾ ആദ്യം കൊണ്ടുവന്നു 1ാമത്തെ സ്റ്റെപ്പിൽ. 2ാമത്തെ സ്റ്റെപ്പിൽ ഓൾ കൊണ്ടുവരുമ്പോൾ ബാക്കി ആമും അതുപോലെ ഈഫും അതുപോലെ ഈസും എല്ലാം ഓട്ടോ അറേഞ്ച് ആയി. ഞാൻ എഴുതിയില്ലെന്നേ ഉള്ളൂ, എല്ലാം ഓട്ടോ അറേഞ്ചാണ്. അപ്പോൾ കംപ്ലീറ്റ് ആയിട്ട് 2ാമത്തെ സ്റ്റെപ്പിൽ തന്നെ പ്രോപ്പറായിട്ട് നമുക്ക് ഡിക്ഷണറി ഓർഡറിൽ വരെ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. സോ വളരെ സിമ്പിൾ ആയിട്ടുള്ള കാര്യം അല്ലേ. അപ്പോൾ ഇതുപോലെ നമുക്കിനി വാക്കുകൾ തരും, അതുപോലെ തന്നെ നമ്പേഴ്സ് ഉണ്ടാവും. അപ്പോൾ നമ്പേഴ്സിനെ ചിലപ്പോൾ ഡിസെൻഡിങ് ഓർഡറിൽ അസെൻഡിങ് ഓർഡറിൽ അവർക്ക് അറേഞ്ച് ചെയ്യാം. അതുപോലെ വാക്കുകളെ ഡിക്ഷണറി ഓർഡറിൽ അറേഞ്ച് ചെയ്യാം. ഇതെല്ലാം നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ മിസലേനിയസ് രീതിയിൽ, അതായത് തന്നിരിക്കുന്ന വാക്കുകളുടെ നമ്പർ ഓഫ് ലെറ്റേഴ്സിൻ്റെ അടിസ്ഥാനത്തിൽ അല്ല, അങ്ങനെ പല ഓപ്പറേഷൻസ് ഇവിടെ പോസിബിൾ ആണ്. അപ്പോൾ ബാങ്ക് എക്സാംസിനൊക്കെ ആണെങ്കിൽ, അല്ലെങ്കിൽ ഇതുപോലെ നമ്മുടെ മാനേജ്മെൻറ്റ് എക്സാമുകളിലൊക്കെ ആകുമ്പോൾ കുറച്ചുകൂടെ നല്ല ലെവലുള്ള ചോദ്യങ്ങളൊക്കെ ചോദിക്കാറുണ്ട്. നമുക്ക് ചോദിച്ച ചോദ്യങ്ങൾ വളരെ എളുപ്പമുള്ള ചോദ്യങ്ങളാണ്. അപ്പോൾ ഈ തരത്തിലുള്ള ചോദ്യങ്ങളൊക്കെയാണ് നമ്മൾ കണ്ടിട്ടുള്ളത്. അപ്പോൾ എന്തായാലും നമുക്ക് വരുന്ന ദിവസങ്ങളിൽ അല്ല ഇതുപോലെ എക്സ്ട്രാ ടോപ്പിക്കുകൾ അല്ലെങ്കിൽ പുതുതായിട്ട് ഇൻട്രൊഡ്യൂസ് ചെയ്തു എന്ന് പറയുമ്പോൾ നമ്മളിപ്പോൾ കാണുന്നേ ഉള്ളൂ. റീസണിങ് എന്ന് പറയുന്ന സബ്ജക്റ്റിൽ ഓൾറെഡി ഉള്ള കാര്യങ്ങൾ തന്നെയാണ് ഇതെല്ലാം. അപ്പോൾ വരുന്ന ദിവസങ്ങളിൽ നമുക്ക് പുതിയ കാര്യങ്ങൾ, അപ്പോൾ ഇൻപുട്ട് ഔട്ട്പുട്ട് നിങ്ങൾക്ക് ഇനിയും വേണമെങ്കിൽ അത് കമൻറ്റ് ചെയ്താൽ മതി. അല്ല, പുതിയ ടോപ്പിക്കാണ്, ഏത് ടോപ്പിക്കാണ് നിങ്ങൾക്ക് വേണ്ടതെന്നുള്ളത് നിങ്ങൾ കമൻറ്റ് ചെയ്യുക. അപ്പോൾ അതെല്ലാം നമ്മൾ വരുന്ന ദിവസങ്ങളിലായിട്ട് നിങ്ങളുമായിട്ട് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ അത് പ്രോപ്പറായിട്ട് മനസ്സിലായി എന്നാണ് എൻ്റെ വിശ്വാസം. അപ്പോൾ മനസ്സിലായിട്ടില്ലെങ്കിൽ അത് നിങ്ങൾ കൃത്യമായിട്ട് പറയുക. മനസ്സിലായെങ്കിൽ
അത് പറഞ്ഞില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല. ബട്ട് അഗൈൻ മനസ്സിലായില്ലെങ്കിൽ നിങ്ങളത് പറയുക. ഓക്കെ അല്ലേ? അപ്പോഴാണ് എനിക്ക് കുറച്ചുകൂടെ അല്ലേ നിങ്ങൾക്ക് എങ്ങനെ മനസ്സിലാക്കാം എന്നുള്ള രീതിയിൽ എനിക്ക് കുറച്ചുകൂടെ കാര്യങ്ങൾ ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ എന്തായാലും മനസ്സിലായിട്ടുണ്ടാവുമെന്നാണ് എൻ്റെ വിശ്വാസം. അപ്പോൾ എന്തായാലും താങ്ക് യു സോ മച്ച്. അപ്പോൾ നമുക്കിനി വരുന്ന ക്ലാസ്സുകളിൽ കാണാം. സോ ടിൽ ദെൻ ടേക്ക് കെയർ, കീപ് ലേണിംഗ്, കീപ് പ്രാക്ടീസിങ്. ബൈ ബൈ. താങ്ക് യു സോ മച്ച്.